ഒരു യാത്രയിൽ സാർ എത്ര ജോഡി ഇപ്പൊ ഒരു 30-40 ദിവസം നിലനിൽക്കുന്ന ഒരു യാത്രയിൽ ഞാൻ 40 ദിവസത്തേക്ക് യാത്ര ചെയ്യാറില്ല. കാരണം എനിക്ക് വേറെ ജോലിയുണ്ട് ഇവിടെ വന്നിട്ട്. Don't make me a fool. Don't ask foolish questions, okay? ഞങ്ങൾ ലേഡീസിന് വലിയ ബാഗ്സ് വരാറുണ്ട് സാർ. ഇപ്പൊ ഞാനും ഹസ്ബൻഡും ട്രാവൽ ചെയ്യുമ്പോൾ 3 ബാഗ്സും എന്റെയാണ്. സാർ ഇപ്പൊ ഇത്രയും മിനിമൽ ആയിട്ട് വെറും ക്യാരി ഓൺ ബാഗ്സും ആയിട്ട് പോകുമ്പോൾ അല്ല, ഞാൻ യാത്ര ചെയ്യുന്ന ലഗേജ് എടുക്കാനല്ല, അതുകൊണ്ടാണ്. നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. എപ്പോഴെങ്കിലും സന്തോഷ് സാർ ഫ്ലൈറ്റ് മിസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇതുവരെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അബ്രോഡ് ട്രാവൽസ് നടത്തിയ ഒരാൾ ഫ്ലൈറ്റ് മിസ് ചെയ്തിട്ടില്ല. എന്ത് സ്കിമാറ്റിക് ആയിട്ട് സിസ്റ്റമാറ്റിക് ആണ് സാറിന്റെ അത് കാണിക്കുന്നത്. ഒരു ഫ്ലൈറ്റ് പോലും മിസ് അത് ചെയ്തിട്ടില്ല. സാമാന്യ ബോധമുള്ള ഒരാൾക്ക് മിസ് ചെയ്യാറില്ല. വിമാനം മിസ് ചെയ്യുന്ന പിന്നെ എന്താ യാത്ര ചെയ്യുന്നത്? അത് വലിയൊരു അത്ഭുതമൊന്നുമല്ല. ഞാൻ പറഞ്ഞ അത് വലിയ എന്തോ ഒരു സംഭവം പോലെ പറഞ്ഞുകൊണ്ട് പറഞ്ഞതാ. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. ഞാൻ പല സ്ഥാപനങ്ങൾ ഒരേ സമയം ചെയ്യുന്നതാണ്. ലേബർ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് മാസികകൾ അച്ചടിച്ച് വിൽക്കുന്ന ഒരു പ്രസിദ്ധീകരണ സ്ഥാപനം എനിക്കുണ്ട്. അത് ചെറിയ കാര്യമൊന്നുമല്ല. ഞങ്ങൾക്ക് 1200 ഏജന്റുമാരുണ്ട്. 1200 ഏജന്റുമാര്, 100-300 സ്റ്റാഫ്, ഈ പറഞ്ഞ സംവിധാനങ്ങളെല്ലാം മാനേജ പിള്ളകളിയൊന്നുമല്ല. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ. ഒരു വ്യവസായി ചെയ്യേണ്ട എല്ലാ ജോലിയും റിസ്ക്കും ടെൻഷനും എല്ലാത്തരം പ്രശ്നങ്ങളും ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. അതിനെല്ലാം സൊല്യൂഷനാണ്. അല്ല, ഞാനൊരു ലോകയാത്ര നടത്തുന്ന ഒരു ട്രാവൽ ബ്ലോഗർ അല്ല ഞാൻ. ഇത് ഇത്തരം പരിപാടിക്ക് എന്നെ വിളിച്ചിരുത്തി സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഞാൻ ഏതോ ഒരു വ്ളോഗ് ചെയ്യുന്ന, ലോകം മുഴുവൻ ഏത് നേരവും തെണ്ടി നടക്കുന്ന ഒരു പണിയില്ലാത്തൊരു അല്ല. കിട്ടിയല്ലോ, എനിക്ക് ഇവിടെ ഇരുന്നാൽ തിരിച്ചയക്കാൻ പറ്റില്ല. ഞാൻ മാറിയിരിക്കാം. അയ്യോ.